നമ്മുടെ വിഷയം ഇന്ന് തുടങ്ങാൻ പോകുന്നത് പഞ്ചാരി മേളത്തിൻ്റെ സോദാഹരണമാണ്. പഞ്ചാരി മേളത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ കേരളീയ താളങ്ങളെല്ലാം ഉണ്ടായത് എന്ന ഒരു വിഷയം പറയേണ്ടിയിരിക്കുന്നു. ഇത് പറയേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പല ആൾക്കാരും 5 അടി അടിച്ചാൽ പഞ്ചാരിയായി, 7 അടി അടിച്ചാൽ ചെമ്പടിയായി, ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖം പോലെ ചെറിയൊരു ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീരാവുന്ന ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ പഞ്ചാരി മേളത്തിലേക്ക് കടക്കാം. ഒരു താളം ഉണ്ടാകുന്നത് അതിന് കാരണങ്ങളായ താളത്തിൻ്റെ അവയവങ്ങൾ ആകുന്ന താള അംഗങ്ങൾ കൊണ്ടാണ്. ഈ താള അംഗങ്ങളുടെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് ഓരോ താളത്തെയും വ്യത്യസ്തമാക്കുന്നത്. താള അംഗങ്ങളിൽ ഏറ്റവും ചെറിയ അംഗം ഒരു അക്ഷരകാലം മാത്രമുള്ള അനുദ്രുതം എന്ന് പറയുന്നതാണ്. 1 അടി മാത്രമായിട്ടാണ് അനുദ്രുതത്തെ താളം പിടിക്കുന്നത്. രണ്ടാമത്തെ താളാംഗമായ ദ്രുതത്തിൽ 2 അക്ഷരകാലങ്ങളാണുള്ളത്. ദ്രുതം താളം പിടിക്കുന്നത് 1 അടിയും 1 വീശുമായിട്ടാണ്. ദ്രുതത്തോടു കൂടി ഒരു അനുദ്രുതം ചേർന്നാൽ ലഭിക്കുന്നതാണ് 3 അക്ഷരകാലം വരുന്ന ദ്രുതശേഖരം. 2 അടിയും 1 വീശുമായിട്ടാണ് ദ്രുതശേഖരത്തിന് താളം പഠിക്കുന്നത്. അടുത്ത താളാംഗം ലഘു. ലഘുവിനെ താളം പിടിക്കുന്നത് 1 അടിയും 3 വിരലിൽ എണ്ണലുമായിട്ടാണ്. കേരളീയ പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ 3 അടിയും 1 ഒഴിവും എന്ന രീതിയിലാണ് ലഘുവിനെ താളം പിടിക്കുക. അടുത്ത താളാംഗം 2 ലഘുക്കൾ ചേരുമ്പോൾ ലഭിക്കുന്ന ഗുരു എന്ന അംഗമാണ്. അതിലെ അക്ഷരകാലങ്ങൾ 2 + 4 + 2 = 8 എന്ന രീതിയിലുള്ളതാണ്. അടുത്തതായി 3 ലഘുക്കൾ ചേരുമ്പോൾ ലഭിക്കുന്ന പ്ലുതം എന്ന താളാംഗമാണ് ലഭിക്കുന്നത്. ഗുരുവിലെ 8 അക്ഷരകാലങ്ങളോട് കൂടി ഒരു ലഘു ചേർന്നാൽ ലഭിക്കുന്ന 8 + 4 = 12 അക്ഷരകാലങ്ങളാണ് പ്ലുതത്തിനുള്ളത്. അടുത്തത് കാകപാദം. പ്ലുതത്തിൽ കൂടി ഒരു ലഘു കൂടി ചേർന്നാൽ വരുന്ന 16 അക്ഷരകാലങ്ങളുള്ളതാണ് കാകപാദം. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ അനുദ്രുതം, ദ്രുതം, ദ്രുതവിരാമം തുടങ്ങിയ താള അംഗങ്ങളെ പറഞ്ഞതുപോലെ തന്നെ ലഘു, ലഘുവിരാമം, ലഘുദ്രുതം, ലഘുദ്രുതവിരാമം, ഗുരു, ഗുരുവിരാമം, ഗുരുദ്രുതം, ഗുരുവിരാമം, ഗുരുദ്രുതവിരാമം, പ്ലുതം, പ്ലുതവിരാമം, പ്ലുതദ്രുതം, പ്ലുതദ്രുതവിരാമം എന്നിങ്ങനെ 16 താള അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഓരോ താളങ്ങളും, ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ താളങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ താള അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ്. ഈ താള അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള നമ്മുടെ കേരളീയ താളവാദ്യ കലകളിലെ താളങ്ങൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്ന പഞ്ചാരി, ഒരു ദ്രുതവും ഒരു ലഘുവും ചേർന്നുണ്ടാകുന്ന 2 + 4 = 6 തക തരി കീട എന്നാണ് അതിന് താളം പിടിക്കുക. അടുത്തത് ത്രിപടയാണ്. പിന്നെ ചെമ്പട, ചെമ്പ, അടന്ത, ധ്രുവം, അഞ്ചടന്ത എന്നീ താളങ്ങളും ഇത്തരം താള അംഗങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഇത്രയും കാര്യങ്ങളാണ് താളത്തിനെ പറ്റിയിട്ട് പറയുന്നുള്ളൂ.